പോട്ടെ 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 അങ്ങോട്ട് നോക്കി നമ്മളെ ഓഫീസിലെ പേനയാണുള്ളത് ഇതിവിടെ വീണ് കിടക്കുക അടിക്കുക നിങ്ങള് അങ്ങനല്ല മുട്ട് വളയ്ക്കരുത് മുട്ട് വളയ്ക്കാണ്ട് അടിക്കി എനിക്ക് കൈകൊണ്ട് തൊട്ടാ പോരെ തൊടാൻ പറ്റില്ലേ പിന്നെ ഒന്ന് ശ്രമിച്ച് നോക്കിയാല് അത് പറ്റും. ഞാൻ എന്റെ വീട്ടിലൊക്കെ കുമ്പിടണ പോലെ എന്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ കുനിയണമാര് ഈ ലോകത്തൊരു മനുഷ്യ കുനിയല്ലേ ഒരു 1 2 3 പോട്ടെ കിട്ടുന്നില്ല ഒന്നുകൂടി നോക്കി ഒറ്റ പ്രാവശ്യം കൂടെ കിട്ടും കിട്ടും പോട്ടെ പോട്ടെ 100 രൂപ പോക്കറ്റാ പോയി എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു അത് അല്ല ഞാൻ ഇപ്പൊ പൈസ ഞാൻ ഇപ്പൊ മുട്ട് മടക്കിയോ മുട്ട് മടക്കി എടുത്തില്ലേ അല്ല മുട്ട് മടക്കില്ല അപ്പൊ സക്സസ്ഫുൾ ആയില്ലേ ഇത് പൈസ വിചാരിച്ചോളി സാധിക്കില്ല അതൊരു 100 രൂപയാണ് വിചാരിച്ചില്ല അത് നമ്മളാ മൈൻഡിന്റേത് അത് എടുത്തു പോയതാ അങ്ങനെ പറ്റില്ല നമുക്ക് ഇനി കുറച്ചേറെ നിങ്ങളെ വയറൊന്നും കുറഞ്ഞിട്ടൂല കേട്ടോ നിങ്ങളെ വയറൊന്നും കുറഞ്ഞിട്ടൂല അല്ല കുറഞ്ഞ ഞാനേ ആരെങ്കിലും കൊണ്ട് ഒരു 100 തുടങ്ങി റീചാർജ് ഫോൺ അടിക്കുന്ന ഭയങ്കര പണി കേട്ടാ ഫോൺ അടിക്കുന്നത് ഹലോ ഇല്ല ഇല്ലല്ലോ ഇല്ല കിട്ടിയില്ല കിട്ടിയില്ല ഇല്ല അല്ല ഇനിയിപ്പോ സെക്രട്ടറി സാറ് വന്നിട്ട് വേണേ ഞാൻ ചോദിച്ചു നോക്കാം ആൾ കിട്ടിയെന്ന് അറിയില്ല കിട്ടിയില്ല പാൽ തന്നെയാണോ മൊയ്ത് സാറിനോട് ചോദിച്ചോക്കാം അപ്പൊ പാലത്തിന്റെ ഇല്ല പാലത്തിന്റെ ഒരു മിനിറ്റ് കേട്ടാ ആ പാലത്തിന്റെ ഒരു തൂണ് ഒഴുകി പോയിട്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ ശരി സാറേ ഇല്ല കേട്ടോ ശരി ചോദിച്ചോക്കാം ശരി എന്തുട്ടോ സാറേ ഒരു സാധനം വന്നിട്ട് കിട്ടിയിട്ടുണ്ടോ എന്തുട്ട് കിട്ടിയിട്ടുണ്ടോന്ന് അല്ല ഞാൻ നമ്മളെ മെമ്പർ സതീശന്റെ നാട്ടിലെ പാലം പണിതതിന്റെ വിഹിതം നമുക്ക് കിട്ടിയില്ലല്ലോ അത് ചോദിച്ചാ അല്ല വേറൊരു കാര്യം ഈ ഓഫീസിലേക്ക് ആൾക്കാർക്ക് വിളിച്ചു ചോദിക്കുന്നു വേണ്ടേ ഈ കാശിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയാ ചോദിച്ചാ നമുക്ക് വല്ല ഓർഡറും കിട്ടിയിട്ടുണ്ടോ എന്ത് ഓർഡർ അല്ല ഈ പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അകലം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരു ഓർഡർ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അല്ല അതിപ്പോ നേരത്തെ നമ്മള് അകലം കുറവല്ലേ ഇപ്പൊ കൊറോണ വന്നപ്പോ ഒന്നുകൂടി കൂടിയതല്ല അത് അല്ലാണ്ട് ഓർഡർ ഒന്നും വന്നിട്ടില്ലേ സാറേ ആ എക്സസൈസ് തുടങ്ങി ചെയ്യാണ്ടെന്നാൽ ഇത് അങ്ങനെ ഭരണി പോലെ ഇങ്ങനെ വരും ഞാൻ ഇപ്പൊ ആലോചിക്കണം തരും ഈ സാധനം അടുത്ത ക്രിസ്മസിനെ കൊടുത്താലോ ഒരു 5 ഇറച്ചിട്ടും ഹലോ അജ്ജപ്പോ ഫോണിലേക്ക് വിളിച്ചേ ഓഫീസിലെ ഫോണിലേക്കൊക്കെ ആരും വിളിക്കുവോ മൊബൈലിലേക്ക് വിളിച്ചാ പറയാ എനിക്ക് എന്താ കാര്യം ഓഫീസിലോ ഉദ്യോഗസ്ഥന്മാരോ എവിടെ ആരും അറിഞ്ഞില്ലല്ലോ ശരി ശീതള സാറെ അറിഞ്ഞോ ഇല്ല ഇങ്ങോട്ട് നോക്കി ഈ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാര് ഫോൺ ഉപയോഗിക്കുന്ന രീതിയെ കുറിച്ച് എന്തോ ഓർഡർ വന്നിക്കണ് എന്തൊരു ഓർഡർ എന്തോ ഉപയോഗിക്കുന്നതിന്റെ പുതിയ രീതിയെ കുറിച്ചൊരു ഓർഡറാണ് ഫോൺ ഉപയോഗിക്കണ നമുക്ക് അറിയാത്ത നമ്മള് കാലങ്ങളായിട്ട് ചെയ്യണ പണി എന്തുട്ടാ അത് കുറെ നേരം കണ്ടു റിങ് ചെയ്യും നമുക്ക് സൗകര്യങ്ങൾ എടുക്കും ഇപ്പൊ തീരെ ശല്യം വിളിച്ചാൽ നമ്മളെ സാധനം കണ്ടിട്ട് എടുത്തിട്ട് റിസീവർ എടുത്തതാ ഇങ്ങനെ വയ്ക്കും അല്ലാണ്ട് എന്നിട്ടാ അത്രയല്ലോ അങ്ങോട്ട് ചെയ്യണ ഇനിയിപ്പൊ പഠിപ്പിക്കാൻ പിന്നെ ഇതങ്ങനെ റിങ് ചെയ്യുമ്പോതാ എടുത്ത് ഇങ്ങനെ വയ്ക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ അവർ അമൃതം കൂടി കൊടുക്കുക പരിപാടി കഴിഞ്ഞില്ലേ അല്ല ഇതിപ്പോ നമ്മളെ തൃക്കാക്കരുള്ള സുധാരൻ സാർ വിളിച്ച് പറഞ്ഞാണ് ഇപ്പൊ അതെയാ മാഡം സത്യശീലൻ സാർ ലീവാന്ന് പറഞ്ഞു വിളിച്ചിരുന്നു നേരത്തെ ഒരു പ്രാണി കയറിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കാൻ മറന്നത് വേണ്ടത് അതാ ഹലോ
ആ അതെ, പന്മന പഞ്ചായത്ത് ഓഫീസാണ്. ആ അതെ, ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. അതെയോ? ആ മരണം റിപ്പോർട്ട്. ആ പറയ കേക്കണ്ടേ? എന്നിട്ട് അത് എപ്പോഴാ ചത്തേ? എന്ത് തെളിച്ച് പറയും. നിങ്ങൾ വാരിട്ട് കൂട്ടി അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവേണ്ടത്. ആ മനസ്സിലാവണ ഭാഷയിൽ പറയുന്നാല്. ആ ഈ മരിച്ച ആളുടെ പ്രായം പറയണോ? തന്റെ പ്രായം പറഞ്ഞിട്ട്. ഹലോ, ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ കേട്ടോ. ആ മരിച്ച ആളുടെ പ്രായത്തിന് 72 അല്ലേ? ആ ആയിക്കോട്ടെ, വന്നോളൂ വന്നോളൂ കേട്ടോ. ശരി. ആ ഒരു മരണം റിപ്പോർട്ട് ചെയ്ത. ഇന്ന് എത്ര പേര് വിളിച്ചു? ഇന്നിപ്പോ ഒരാള് വിളിച്ചു. ഒരാൾക്കല്ലേ പറ്റുള്ളൂ. ഇപ്പഴല്ലേ ഫോൺ എടുത്ത് വെച്ചല്ലേ? നേരത്തെ ക്ലീൻ ചെയ്തിട്ട് ചോദിച്ചില്ലേ? അതാ. ആ മൊയ്തു സാറേ, ആ നികുതി പിരിവിന്റെ ലിസ്റ്റ് ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്യും. അല്ല, ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അടയ്ക്കാത്തവരുടെ ലിസ്റ്റ് എനിക്ക് തരണം. നാളെ തരും. രാഘവൻ സാറേ, രാഘവൻ സാറേ, എന്താ ഉറങ്ങായിരുന്നോ? അല്ല ബന്ധുവൊക്കെയാണ്. ബന്ധുന്നോ? അല്ല ഫയല് എന്ത് ഫയല്? ഇത് ഫയൽ നോക്കിയത്. ഞാൻ ഏൽപ്പിച്ച കാര്യം ചെയ്തോ? അടുത്ത മാസം പെൻഷൻ കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് നോക്കിയോ? ആ ശരിയാക്കുന്നുണ്ട്. ശരിയാക്കണ്ടെന്നല്ല, സൈറ്റ് ഓപ്പൺ ആയി അത് അപ്ലോഡ് ചെയ്യണം. സർ ഇന്ന് തന്നെ എനിക്ക് തരണം. ശരി. ആ ശരി സാറേ, എന്തായി? എന്താ ആ എക്സ് സർവീസുകാരുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ? ചെയ്തോ? എന്തിനുള്ള ആപ്ലിക്കേഷൻ? എന്താ മേഡം ഉദ്ദേശിച്ചത്? കെട്ടിട നികുതി കുറയ്ക്കാനുള്ളത് പറഞ്ഞില്ലേ? ചെക്ക് ചെയ്തോ? അപ്പൊ നിങ്ങൾ എടുക്കുന്ന ആ ലിസ്റ്റ് തന്നോ? കുറച്ചുകൂടി ചെയ്യാണ് സാറേ. ഇന്ന് തന്നെ എനിക്ക് അത് കിട്ടണം. തരാലോ. ഇന്നെന്ന് പറഞ്ഞാലാണല്ലോ ബുധനാഴ്ചയെങ്കിലും എനിക്ക് കിട്ടുള്ളൂ. അല്ല മേഡം, തരാം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യ് സാറേ. ഇവിടെ ചെയ്യണം. എല്ലാരോടും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്കും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും വേണ്ടി പഞ്ചായത്ത് അഡീഷണൽ ഡയറക്ടർ ഒരു മാർഗനിർദ്ദേശം വച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലാൻഡ് ഫോൺ ഉള്ളത് അറിയാലോ? ഉണ്ട്. ആദ്യം ഞാൻ പറയാണ്, ഇനി അതിന്റെ റിസീവർ എടുത്ത് മാറ്റി വയ്ക്കരുത്. അതുപോലെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ 3 ബെൽ അടിക്കും മുമ്പ് ഫോൺ അറ്റൻഡ് ചെയ്തിരിക്കണം. അറ്റൻഡ് ചെയ്യുമ്പോ എന്താ പറയാറ്? നമ്മള് പരമന പഞ്ചായത്ത് ഓഫീസ്. ഇനി അങ്ങനെയല്ല പറയേണ്ടത്. പഞ്ചായത്ത് മാറ്റി പറയണം. അല്ല, ആരാണോ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അവരുടെ പേര് പറയണം, തസ്തികയും കൃത്യമായി പറയണം. എന്നിട്ട് വിളിക്കുന്നവരോട് കാര്യം എന്താന്ന് അന്വേഷിക്കുക. അത് സൗമ്യമായിട്ട് വേണം. കാര്യം വ്യക്തമായിട്ട് ചോദിച്ചിട്ട് അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. പിന്നെ ഇനിയിപ്പം സെക്ഷൻ മാറ്റി ഫോൺ കൊടുക്കണമെങ്കിൽ, അതായത് ഇപ്പൊ സാറാണ് ഫോൺ എടുക്കുന്നത്, മൊയ്തു സാറിന് സെക്ഷനിലേക്കാണ് പോവേണ്ടത്, അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ ആ റിസീവർ മൊയ്തു സാറിനെ ഏൽപ്പിക്കണം. അല്ല, ആള് ലീവുള്ള ദിവസമാണെങ്കിൽ ലീവ് ആണെങ്കിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ല, നമ്മള് വീട്ടിലൊന്നും കൊണ്ടു കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ വേണ്ടല്ലോ. സാറിന് ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുമോ? പിന്നെ വേറൊരു കാര്യം, മൊബൈൽ ഫോൺ എടുത്ത് ഒളിച്ചു വെക്കണ്ട. ഒന്നില്ലെങ്കിൽ സൈലന്റ് ആക്കുക, അല്ലെങ്കിൽ വൈബ്രേഷൻ മോഡിൽ ഇടുക. എന്നിട്ട് എന്തെങ്കിലും സന്ദേശമൊക്കെ വരികയാണെങ്കിൽ കൃത്യമായിട്ട് മറുപടിയും കൊടുക്കുക. പിന്നെ ഈ ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ വെക്കില്ലേ, അപ്പൊ അവർക്ക് നന്ദിയും കൂടെ പറഞ്ഞിട്ട് വേണം വെക്കാൻ. സാറൊന്ന് സൗമ്യമായിട്ട് ഇടപെടണം ആൾക്കാരോട്. ഇപ്പം ഞാൻ കേട്ടായിരുന്നു അവിടെ നിന്നോട്ടെ. പിന്നെ വിളിക്കൂ, നാളെ വിളിക്കൂ, അലർച്ചയൊന്നും വേണ്ട ഫോണിൽ കൂടെ. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞ, അവര് പിന്നെ വിളിച്ചോളൂ. എങ്ങനെ പറഞ്ഞാലും ഇനി മുതൽ ഇങ്ങനെ വേണം സംസാരിക്കാൻ. ഇനി ഇത് ആരെങ്കിലും ലംഘിച്ച എനിക്കറിയില്ല കേട്ടോ എന്താ വരാൻ പോണേന്ന്. ഞാൻ പ്രത്യേകം പറയാണ്. ഞാൻ ഏൽപ്പിച്ച ജോലികളും തീർക്കണം. ശരി. മൂന്നാമത്തെ എടുക്കി. ഹലോ, പനമന പഞ്ചായത്ത് ഓഫീസ്. ഞാൻ
ജൂനിയർ സൂപ്രണ്ട് ശീതളനാണ്. താങ്കൾക്ക് ഏത് തരത്തിലുള്ള സഹായമാണ് ഞാൻ ചെയ്തു തരേണ്ടത് പറഞ്ഞോളൂ. ഓ ഓ ഓ. തീർച്ചയായിട്ടും താങ്കൾക്ക് നല്ല തരത്തിലുള്ള സർവീസ് ഈ പനമന പഞ്ചായത്ത് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ് കേട്ടോ. ശരി ശരി. ഞാൻ പോരെ സംഭവമൊക്കെ കുളൂസ് സംഭവമൊക്കെ അല്ലേ? പക്ഷെ ഒരു കാര്യങ്ങൾ വിട്ടുപോയി. എന്തുട്ടാ? മാഡം പറഞ്ഞില്ല അവസാനം നന്ദി പറയാൻ പറഞ്ഞു. അയ്യോ ഇനിയിപ്പോ പറ്റില്ല. അല്ല ഇനിയിപ്പോ അടുത്ത കോള് വരട്ടെ, അത് പറയാം. അപ്പൊ പറഞ്ഞാൽ മതി. ഇനിയിപ്പോ അത് പോയി പറയണ്ടട്ടാ. ഒരു മിനിറ്റ് ഇടക്ക് വലിക്കുന്ന നമുക്ക് കൗണ്ടറിൽ പോയിട്ട് വലിക്കാം. പച്ചടിച്ച പോലെ പറ്റണില്ലേ? പിന്നെന്തിനാണ് വലിക്കുന്നത്? കേറ്. ഓ, നമുക്ക് ഇറങ്ങുമ്പോ ഒരു സന്തോഷം ഉണ്ടാവും. കാരണം കയ്യില് പൈസ കിട്ടുമല്ലോ. അപ്പൊ വലിവ് പോവും. അത് വിചാരിച്ചിട്ട് കേറിക്കോ. ആ, അല്ല സാറേ, അങ്ങനെ വരാൻ വഴിയില്ല. ഒരുവിധം കാര്യങ്ങളൊക്കെ എല്ലാവരെയും പറഞ്ഞു സോൾവ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സോൾവ് ചെയ്തോളാം. ആ, ശരി സാർ. സാറേ 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 എന്തുട്ടേ? വാർദ്ധക്യകാല പെൻഷൻ നടക്കില്ലട്ടാ, ഇത് സർവർ പ്രശ്നമാണ്. ആ സാർ, കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിൽ ഒരു അതിർത്തി, ഒരു കല്ലിന്റെ പ്രശ്നം, എന്തെല്ലാം കുഴപ്പമുണ്ടാക്കിയത്. എന്തിനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? സർവർ അല്ല, സർവർ പ്രോബ്ലം. നെറ്റ് ഇല്ലാന്ന്. ലീവാക്കി. എടോ, ഇന്റർനെറ്റ് ഇല്ല. നെറ്റ് വേണം, എന്നാലാണ് ഇതൊന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത്. അത് നമുക്ക് വേണ്ട സാർ, നമുക്ക് പൈസ കിട്ടുമെന്ന് വെച്ചിട്ട് പെൻഷൻ മതി സാർ. പാവ സാർ. എന്തുട്ടാ പേരെന്തുട്ടാ? സുമേഷ്. അക്കൗണ്ടന്റ് പറഞ്ഞേ. വലിവ് കണ്ടോ സാറേ? ഇങ്ങനെ ഒന്ന് ശരിയാക്കി. കാശില്ലല്ല. കാശില്ലേ? അക്കൗണ്ടിലെ കാശില്ല. അതാ കാശുണ്ടാവും. പഞ്ചായത്തിൽ നിന്ന് കാശ് ഇങ്ങോട്ട് വരണം. അക്കൗണ്ടിൽ വന്നാലാണ് ഇവിടുന്ന് നമുക്ക് പെൻഷൻ തരാൻ പറ്റുള്ളൂ. പഞ്ചായത്തിൽ നിന്ന് ഇങ്ങോട്ട് പൈസ വന്നിട്ടേ ഇല്ല. ഒന്ന് നോക്കിയത്. നോക്കിയല്ലോ, വേണ്ട, അതിൽ കാശില്ല. അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലല്ലോ. കാശില്ല. അത് ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ പഞ്ചായത്തിലേക്ക് പോണം. പഞ്ചായത്ത് പോയിട്ട് അവിടെ ചെന്ന് ചോദിക്കണം, എന്തുട്ടാണ് സുമേഷേട്ടന്റെ പൈസ ബാങ്കിലേക്ക് ഇടാത്തതെന്ന് ചോദിക്കണം. അപ്പൊ അവര് അവിടുന്ന് നമ്മുടെ ബാങ്കിലേക്ക് പൈസ ഇടും. അപ്പൊ ഇവിടെ വന്നാൽ നമ്മൾ ഇവിടുന്ന് പെൻഷൻ അങ്ങോട്ട് തരും. അതാ ഒരു കാര്യം, നിങ്ങളൊന്ന് വിളിച്ചു നോക്കി. എങ്ങടെ? പഞ്ചായത്തേക്ക് ഒന്ന് വിളിച്ചു നോക്കണം. ബാങ്കും പഞ്ചായത്തും തമ്മിൽ ഒരു ബന്ധമില്ലട്ടാ. പഞ്ചായത്തിന്റെ കാര്യം പഞ്ചായത്തിലെ, ബാങ്കിന്റെ കാര്യം ബാങ്കിലെ. പൈസയും കിട്ടി അച്ഛനെ താഴെ ഇറക്കണ്ട ഞാൻ. ഇറക്കിക്കോളൂ. പഞ്ചായത്ത് പോയിട്ട് അവിടെ നിന്ന് കാശ് അയക്കാൻ പറയൂ കേട്ടാ. അച്ഛനെ കൊണ്ടേക്കെ തിരിക്കട്ടെ. അങ്ങനെ ഒരാളെ സോൾവ് ചെയ്ത് പറഞ്ഞു. സുഗതനോടാണ് കളി. സജീവ, നീ പറയണേ എനിക്ക് മനസ്സിലായി. നിന്നെ പാർട്ടിയുടെ അവിടെ ലോക്കൽ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിൽ ഇടപെട്ടോ, നീ അത് ചെയ്തോ? ന്യായം അവരുടെ ഭാഗത്ത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ പാർട്ടിയുടെ നിലപാട് മര്യാദകേടിന്റെ ഭാഗത്താണല്ല. അപ്പൊ നമ്മൾ അതിനെ ന്യായീകരിച്ചേച്ചാ മതി. നീ ഞാൻ പറയണ അങ്ങോട്ട് കേട്ടേച്ചാ മതി. എന്നെ നീ പറഞ്ഞ് പഠിപ്പിക്കാൻ നിൽക്കല്ലേ. ഇനി ഇതിന്റെ അകത്ത് കയറാൻ നിൽക്കരുത്. ഞാൻ പറയണ അനുസരിച്ചില്ലെങ്കിൽ ഇതിന്റെ അകത്തോട്ട് കയറാൻ നിൽക്കരുത്. ആ, അത് ചെയ്താ മതി. ആ ശരി, എന്നാ ശരി. എന്തെങ്കിലും ഉണ്ടേ വിളിക്ക്. ആ, ഉണ്ടിയിരിക്കും. ആ, എന്തുണ്ട് സുമേഷ് ഏട്ടാ? വാർദ്ധക്യകാല പെൻഷൻ വേണം. എന്തോ? വാർദ്ധക്യകാല പെൻഷൻ നിനക്കാ? എനിക്ക് കിട്ടൂല്ലോ അച്ഛൻ. അതാ ബാങ്കിൽ ചെന്ന് പറയും, ഞാൻ ആ പ്രസിഡന്റിനെ വിളിച്ച് പറയാലോ. ബാങ്കിൽ പോയി പഞ്ചായത്ത് നിന്ന് അടച്ചിട്ടാന്നാ പറഞ്ഞു, കൊടുത്തിട്ട്.
പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അവിടെ എത്തിയിട്ടില്ല എത്തിയില്ല. അങ്ങനെ വരേണ്ട കാര്യമില്ല സുമേഷ് ചേട്ടാ. എല്ലാവരുടെ ഫണ്ടും പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. പെൻഷൻ കിട്ടിയിട്ട് വേണം എൻ്റെ അച്ഛൻ്റെ ആവശ്യങ്ങളൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും നമ്മൾ. അച്ഛന്റെ പെൻഷൻ കിട്ടിയിട്ട് നിനക്കെന്താ ആവശ്യം? അല്ല, പെൻഷൻ പൈസ കിട്ടിയിട്ട് വേണം, കാരണം കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കെല്ലാം. അത് എനിക്കറിയാം, നീ അച്ഛനോടുള്ള സ്നേഹമൊക്കെ എനിക്കറിയാം. 31-ാം തീയതി ആവുമ്പോ സുമേഷ് ചേട്ടാ, ഈ പെൻഷൻ കിട്ടുന്ന കാശ് മക്കൾക്ക് കൊടുക്കരുത്. നമുക്ക് മരുന്ന് മേടിച്ച് കഴിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയാണ് നമ്മളിത് കഷ്ടപ്പെട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തരണത്. നിങ്ങൾ തരുന്നതല്ലോ. അല്ല, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഹലോ, ഇത് പന്മന പഞ്ചായത്ത് ഓഫീസാണ്. നമ്പർ തെറ്റിപ്പോയി തോന്നുന്നു. സംസാരത്തിൽ എന്തോ ഒരു ലക്ഷണക്കേട് പോലെ. ഞാൻ ഒന്നും കൂടി ഒന്ന് വിളിക്കാം. എന്റെ നല്ല പ്രായത്തിലാണെങ്കിൽ ഇതുപോലൊരു കാര്യം വന്നാൽ പഞ്ചായത്ത് ഞാൻ കത്തിച്ചെളുകായിരുന്നു. ആവശ്യമില്ലാത്ത പറയണ്ട, ഞാൻ കൈകാര്യം ചെയ്തു തരാം. ഹലോ, ആ, ഇത് പന്മന പഞ്ചായത്ത് ഓഫീസാണ്. ജൂനിയർ സൂപ്രണ്ട് ശീതളനാണ് സംസാരിക്കുന്നത്. താങ്കൾക്ക് ഈ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഏത് തരത്തിലുള്ള സർവീസാണ് ലഭിക്കേണ്ടതെന്ന് പറഞ്ഞാലും തീർച്ചയായും അത് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അതെ, പഞ്ചായത്ത് ഓഫീസിൽ തന്നെയാണ് ഫോൺ ചെന്നത്. പക്ഷേ അവിടുന്ന് നമ്മൾ ഒരു ആക്കണ പോലത്തെ ഒരു സംസാരം. ഞാൻ ഒരു പണി ചെയ്യാം, നമുക്ക് മോളിൽ നിന്നൊന്ന് വിളിപ്പിക്കാം. മന്മേട്ടനെ കൊണ്ട് വിളിപ്പിക്കാം. ആ മന്മേട്ട, ഓഫീസിൽ നിന്നാണ്. അതെ, നമ്മുടെ ചിറ്റേഴത്തെ സുമേഷ് ഏട്ടനുണ്ടല്ലോ, പുള്ളി വാർദ്ധക്യകാല പെൻഷന് വേണ്ടി ബാങ്കിൽ ചെന്നപ്പേ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞവരടാ. വിളിച്ച് ഞാൻ പഞ്ചായത്തിലോട്ട് വിളിച്ചു, അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പഞ്ചായത്തിലേക്ക് വിളിച്ചപ്പേ അവിടുന്ന് ഫോൺ എടുത്തവൻ എന്നെ ഒന്ന് ആക്കിയിട്ടുള്ളൊരു സംസാരം ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരാണെന്ന് നമുക്ക് അറിയണമല്ല. മന്മേട്ടനെ ഒന്ന് പഞ്ചായത്തിലോട്ട് വിളിച്ചട്ടെ ഒന്ന് സംസാരിച്ച് അവനിങ്ങനെ പറയണമെങ്കിൽ അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചേരി. നമ്മുടെ അടുത്തൊരു ആവശ്യമായിട്ട് വന്നവർ അങ്ങനെയാണെങ്കിൽ നമ്മളെ വില വെക്കൂല നാളെ മുതൽ. അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥൻ നമുക്കിവിടെ വേണ്ട. ഒന്ന് വിളിക്കണേ. ഓക്കെ ശരി എന്നാ. വൈകിട്ട് കാണാം. ധൈര്യമായിട്ട് പോയിക്കോ, മന്മേട്ടൻ വിളിക്കും. ഓ ശരിയാക്ക, കേറി ഇറങ്ങണ്ട, ഒന്ന് വിളിച്ചു പറഞ്ഞാ പോരെ. പൈസ കിട്ടും, റെഡിയാക്കി തരും, അതാണ് പറഞ്ഞത്. ഉണ്ണി, നീ എന്തെങ്കിലും ഒരു പണിക്ക് പോവാൻ നോക്ക്. അച്ഛന്റെ പെൻഷൻ മേടിച്ച് തിന്നാൻ വേണ്ടി നടക്കല്ലേ നീ. ഇത് കൃത്യമായിട്ട് അത് കൃത്യമായിട്ട് വരണ്ട്. നീ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു പണിക്ക് പോവാ. അപ്പൊ ഇത് നോക്കി നടക്കണ്ടല്ലോ 31-ാം തീയതി. അതിന് വല്ല പാല എന്തേലും മുട്ട അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നൊക്കെ മേടിച്ച് അത് കഴിക്കട്ടെ മരിക്കണതിന് മുമ്പ്. അത് അതിന് കൊടുക്കുകയാണ്. നീ ആ പൈസക്ക് ജുബ്ബ തയ്പ്പിക്കാൻ നടക്കണ്ട. ചെല്ല്. ശരി സുമേഷ് ചേട്ടാ. ഉണ്ണി, എന്തെങ്കിലും സമയത്ത് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കട്ടാ, അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ ഉണ്ടാവൂല സുമേഷ് ചേട്ടൻ. നടന്ന എന്റെ കാര്യം. എന്നാലും അവൻ എന്തൊരു മെനക്കെട്ട വർത്താനമാണ് പറഞ്ഞത്.